വിജയ് വിജയ് അതും വിജയ് ഹൈക്കോടതി കുടഞ്ഞെന്ന് കേൾക്കുന്നല്ലോ. എന്തിനാ വിജയ് എടുത്തിട്ട് കുടഞ്ഞത്? തളപതി വിജയ്. അല്ലെങ്കിൽ പ്രേക്ഷകർ വിചാരിക്കും വിജയ്. അല്ല, പ്രേക്ഷകർക്ക് അറിയാലോ, ദിവസങ്ങളായിട്ട് കാണുകയല്ലേ ഇയാൾ ഓടി ഒളിച്ചതൊക്കെ. ഇപ്പൊ അത് പറയാം, ആളുകൾ മരിച്ചു വീണപ്പോ സ്ഥലം വിട്ട നേതാവ് എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയുടെ വിമർശനം വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടേ, തമിഴ്നാട്ടിലെ സ്ത്രീകളും ആളുകളൊക്കെ പറയണേ ബൈ ബൈ സ്റ്റാലിൻ വിജയ് അണ്ണ, ബൈ ബൈ സ്റ്റാലിൻ വിജയ് അണ്ണ, ബൈ ബൈ സ്റ്റാലിൻ വിജയ് അണ്ണ. നടക്കില്ല. അത് എനിക്ക് തോന്നണേ പ്രമോഷൻ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പൈസ ഉണ്ടല്ലോ, പൈസ ഉണ്ടെങ്കിൽ അനക്കൂല. ഒരു കാര്യമുണ്ട്, 40-50 വർഷത്തോളം ഇരുന്ന് രാഷ്ട്രീയം കളിച്ച് തഴക്കം വന്ന പാർട്ടിയാണ് DMK എന്നൊക്കെ പറഞ്ഞു. അവരുടെ രാഷ്ട്രീയക്കാര് അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരാണ്. കളി അറിഞ്ഞ് കളത്തിലിറങ്ങി കളിക്കണവരാണ്. അവരുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയമപ്രകാരം അല്ലാതെയൊക്കെ ഇവരുടെ ഒരു ട്രഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലക്ഷക്കണക്കിന് കോടിയാണ്. വിജയ്ക്ക് ഒരു സിനിമയ്ക്ക് 250 കോടിയാണ് കിട്ടുന്നത്. അങ്ങേറ്റം 10 സിനിമ അഭിനയിച്ച എത്ര കിട്ടും? 2500 കോടി. ഈ 2500 കുടുംബം വെച്ചോണ്ടാണ് ടാക്സ് ഒക്കെ പോയിട്ടാണ് അത് ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ BJP പണി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ 2500 കുടുംബം വെച്ചിട്ടാണ് ഈ ഇവരോട് അടിച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റാലിനറിയാം വിജയ് ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കൂടും, പണിപാളും. മൈലേജ് കൂടും. നമുക്കൊരു അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ സഹതാപം വരും. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാൻ BJP സമ്മതിക്കാത്തത്? അതുകൊണ്ട് തന്നെയാണ്. ഒരിക്കലും അറസ്റ്റ് ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മൈലേജ് കൂടിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയല്ലേ, ഇന്നലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ചെന്ന് കാണിച്ചൊക്കെ കണ്ടല്ലോ. അറിയാം. അപ്പൊ അതുപോലെ വിജയുടെ ഈ പറയുന്ന പക്ഷെ ഹൈക്കോടതി ഉത്തരവിടുകയാണ് വിജയ് അറസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട്? ഇപ്പൊ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നതാണ് സ്റ്റാലിൻ എന്താ പേടിയാ വിജയിനെ അറസ്റ്റ് ചെയ്യാൻ? സ്റ്റാലിന് വേണ്ടിയിരുന്നതാണ്. ഇനിയിപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശമാണല്ലോ അറസ്റ്റ് ചെയ്യാം. വിജയ്ക്ക് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ DMKയുടെ കളികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവര് പല കളികൾ കളിച്ചിട്ടാണ് ഇവിടെ പോലെ നിൽക്കുന്നത് എന്നുള്ള ആലോചിക്കണം. മനസ്സിലായോ? അപ്പം ഇതിന് മുമ്പേ രജനീകാന്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. രജനീകാന്ത് ചില്ലറ കളിയൊന്നുമല്ല കളിച്ചത്. രജനീകാന്ത് DMK സപ്പോർട്ടറായിരുന്നു. ജയലളിതയ്ക്കെതിരെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പറയുന്ന സിനിമാ നടന്മാർ വന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും അതൊന്നും ഒരു പുതുമ, നമുക്കൊരു പുതുമയുള്ള കാര്യമായിരിക്കും. ഇവിടെ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരുന്നതൊക്കെ അവർക്കിത് പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ MGRന്റെ കാലം തൊട്ട് ഇതുള്ളത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിജയിനെ ഒരു MGRനെ ഫുള്ള് കണ്ടിട്ടുണ്ട്. ഒരു MGRന്റെ ഫുൾ കരിയർ കണ്ടിട്ടുണ്ട്. എങ്ങനെ എടുത്തിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്കറിയാം. ഇനി അതുപോലെ എടുത്തിട്ട് ഉണ്ടാവാതിരിക്കാനേ ഇവർ നോക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പം ഇവിടെ എന്താണ് വിജയുടെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ആ സംഭവം നടന്ന ദിവസമുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പിടിച്ചെടുക്കാനും വിജയുടെ കാരവാൻ പിടിച്ചെടുക്കാനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൈക്കോടതി. അപ്പം സംഭവം വളരെ സീരിയസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതി. അത് ഈ സ്റ്റാലിൻ അന്വേഷണ സംഘം പോരാന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഹൈക്കോടതിക്കാണ് ശരിക്കും വിജയോട് വിരോധം കൂടുതൽ നമുക്ക് തോന്നും. സ്റ്റാലിനേക്കാൾ വിരോധം കൂടുതൽ. വിജയ് വന്നിട്ട് CM സാർ உங்களுக்கு പഴി വാങ്ങണമെന്നാ എന്നെ പഴി വാങ്ങും എന്നൊക്കെ പറയുന്ന ഇവിടെ പഴി വാങ്ങാൻ നിൽക്കുന്ന ഹൈക്കോടതി. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിച്ച് ആദ്യം ജയിലിലല്ല മറ്റേ സെല്ലിൽ വിടും, മറ്റേ പ്രാന്താശുപത്രി പിടിച്ചിടും. അപ്പൊ അതുകൊണ്ട് ഈ TVക്ക് അധ്യക്ഷനെ വിജയിനെ രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അതായത് കോടതി നേതൃഗുണമില്ലാത്തവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ നേതൃഗുണം തീരുമാനിക്കുന്നത് കോടതിയല്ല, അത് നേതൃഗുണം തീരുമാനിക്കുന്ന ഇലക്ഷനിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നാലും കോടതിയുടെ ഒരു നിരീക്ഷണമാണ്. കാരണം അവർ പറയുന്നത് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന സ്ഥലത്ത് സ്റ്റാലിനോ അണ്ണാമലയോ ആണ് ഇങ്ങനെ പോയിരുന്നെങ്കിൽ വിജയ് വിമർശിക്കില്ലേ? പിറ്റേ ദിവസം വന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞേ അങ്ങനെയല്ല ഈ അണ്ണാമലയൊക്കെ വിമർശിക്കുമായിരുന്നു. അതായത് ഇവയെല്ലാം ഒരു നേതാവാ, ഇവയെല്ലാം ഒരു ലീഡറാ എന്നൊക്കെ ചോദിച്ച് വിമർശിക്കുമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ സ്വന്തമായിട്ട് കാണിച്ചപ്പം, അതായത് ഈ വീഡിയോയെ പറ്റി, ഈ പ്രതികരണ വീഡിയോയെ പറ്റിയും വിജയ് പറയുന്നുണ്ട്, കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതായത് പ്രതികരണ വീഡിയോ ഉണ്ടല്ലോ, അതും അതിനെ പറ്റിയും പറയുന്നുണ്ട്. ഇങ്ങനെയും കൂടെ കാണിക്കുന്നുണ്ട്. എനിക്കറിഞ്ഞു മറ്റേ വിജയിലെ ലിയോ സിനിമയിലെ ജയിലിലൊക്കെ കിടക്കണ ഒരു വണ്ണമുള്ള ഒരു നടൻ, പേര് മറന്നു ഇങ്ങനെ. അങ്ങനെ. അപ്പൊ എന്തായാലും ഇങ്ങനെ അത് മറ്റേ ഇത് നമ്മുടെ ഇങ്ങനെ മൻസൂർ അലി ഈ വിജയുടെ ഈ സ്റ്റൈലും കൂടെ കാണിക്കേണ്ടതേ ഉള്ളൂ. ബാക്കി ഇടയ്ക്കുണ്ടല്ലേ ആ സ്റ്റൈൽ അതും കൂടെ കാണിച്ചു. ഇതൊക്കെ പോയാ വേറെ 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 അതൊക്കെ 10 വർഷം മുന്നത്തെ സ്റ്റൈലായിരുന്നു. അപ്പൊ ഈ സ്റ്റൈലിൽ കൂടെ ഇനി കാണിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ ഇനി കാണിക്കാൻ ബാക്കിയുള്ളൂ. ആ വീഡിയോയിൽ ബാക്കിയെല്ലാം
അതായത് നമ്മൾ BGM ഒക്കെ ഒന്ന് ഇട്ട് നോക്കും. പലരും പറയുന്നത് BGM ഒന്നും ഇല്ല, സംസാരിക്കുമ്പോൾ BGM ഇട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് സത്യസന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ BGM ഒക്കെ ഇട്ട സിനിമയിലെ സീനാണെന്ന് വിചാരിച്ചു പോകും. അതുപോലെയായിരുന്നു അതിന്റെ പെർഫോമൻസ്. കണ്ടിട്ടില്ലേ, വീഡിയോ കണ്ടില്ലേ? അപ്പോൾ കുട്ടികളടക്കം മരിച്ചിട്ടും സ്ഥലം വിട്ടു. അതായത് നിങ്ങളുടെ അണികളല്ലേ മരിച്ചു വീണത് അവിടെ. ഈ അണികൾ മരിച്ചു വീഴുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അവിടെ നിന്ന് പോകാൻ തോന്നുന്നു? അപ്പൊ വിജയിന്റെ മറുപടി എന്തായിരുന്നു? ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അവിടെ നിന്ന് പോയതിനെ പറ്റിയല്ല പറയുന്നത് കോടതി. പറയുന്ന സംഭവ സ്ഥലം വിട്ടേ ഇയാൾ പോയി. ഇതാ കരൂർ എന്ന് പറയുന്ന സ്ഥലം വിട്ട് പോയി. സ്ഥലം വിട്ട് നേരെ വീട്ടിൽ പോയി. പണി പാളിയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിൽ പോയി. ടൈറ്റ് സെക്യൂരിറ്റിയിൽ ഇരുന്നു. അപ്പോൾ ഒരു നേതാവെന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് അവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലൊരു ഓൾ ഇൻ ഓൾ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ബുസി ആനന്ദ് എന്നാണ് അയാളുടെ പേര്. അയാളാണ് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്ന മെയിൻ ആൾ. ബുസി ആനന്ദിനെയൊക്കെ എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് കോടതി. ബുസി ആനന്ദൊക്കെ കണ്ടം വഴി ഓടിയിട്ടുണ്ട്. അപ്പോൾ അണികളെയും, അതായത് അവിടെ വന്നു ചേർന്ന എല്ലാ ജനങ്ങളെയും വിട്ടുകൊണ്ട് മരണം സംഭവിച്ചിട്ട് പോലും അവരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് എങ്ങനെ ഇയാൾക്ക് പോകാൻ സാധിച്ചു എന്നാണ് കോടതിയുടെ ചോദ്യം. എങ്ങനെ ഇയാൾ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന ചോദ്യമാണ് രൂക്ഷ ഭാഷയിൽ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഏതുതരം രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചോദിച്ച കോടതി ശക്തമായി അപലപിക്കുമെന്ന് നിരീക്ഷിച്ചു. അതായത് ഇത് എന്തുതരം രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് ചോദിക്കുന്നത്. വനിതാ IPS ഉദ്യോഗസ്ഥ ആശ്രിത ഗർഗിനാണ് അന്വേഷണ ചുമതല കിട്ടിയിരിക്കുന്നത്. വിജയ്ക്കും TVKയ്ക്കും എതിരെ അതിരൂക്ഷ വിമർശനമാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും കോടതിക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല എന്നും മൂകസാക്ഷിയായി ഇരിക്കാൻ കഴിയില്ല, കൈയും കെട്ടിയിരിക്കാൻ കഴിയില്ല എന്നുമാണ് ജസ്റ്റിസ് സെന്തിൽ കുമാർ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരിക്കുമ്പോൾ ഒരു നേതാവ് എങ്ങനെയാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്? എന്ത് നേതാക്കളാണെന്നും അവർക്ക് സ്വന്തം അണികളോട് പോലും താല്പര്യമില്ല എന്നും കോടതി ചോദിക്കുന്നു. അതായത് അണികളെ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അണികളെ താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് അജിത് കുമാർ എന്നുള്ള നടനുണ്ട്, അറിയാമോ? അജിത് കുമാർ എന്താണ് പറയുന്നത്? എനിക്ക് അജിത് കുമാർ പല നടന്മാർക്കും മാതൃകയാണ്. നമ്മുടെ ഫഹദ് ഫാസിലിനോട് എന്ന് ചോദിച്ചു, ഫാൻസ് ക്ലബ്ബ് തുടങ്ങട്ടെ അണ്ണാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിള്ളേരല്ലേ പോയി പഠിക്കട്ടെ, പോയി പഠിക്കും മക്കളെ എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അജിത് പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന്റെ ഫാൻസ് ക്ലബ്ബുകളെല്ലാം ഒന്നും അദ്ദേഹം വേണ്ട എന്ന് വയ്ക്കുകയും ഫാൻസ് ക്ലബ്ബുകൾ പിരിച്ചുവിടുകയും ചെയ്തു. ഫാൻസുകൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അജിത്ത് ആ തീരുമാനമെടുത്തത്. ആരെങ്കിലും സമൂഹത്തിനായി നല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം പേരിൽ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സ്നേഹിക്കുക, സംരക്ഷിക്കുക. എന്നെ സ്നേഹിക്കുന്നവർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വിജയ് എന്താണ് ചെയ്യുന്നത്? തൻ്റെ ആരാധകരെയല്ല, കുറച്ചാൾ മുന്നേ ഈ റോബിൻ വന്നിട്ട്, റോബിൻ എന്ന് ഒരാളുടെ ഓർമ്മയുണ്ട് ബിഗ് ബോസില്, അലറൻ വീരൻ ചിരിപ്പിക്കും, അലറൻ വീരൻ എന്ന് പറയുന്ന റോബിൻ വന്നിട്ട് എന്താ പറയാ, നിന്റെ കൂടെ എത്ര പേരുണ്ട്? 500 പേര്. എൻ്റെ കൂടെ 10,000 പേരുണ്ട്, മൂക്കാമണ്ട അടിച്ച് പരത്തിക്കളെ. ഇത് തന്നെയാണ് വിജയ് ട്രോളൊക്കെ ഇറങ്ങിയത്. മോദി എൻഗേജ്മെന്റ് പൊടി ഒരൊറ്റ ഇടി പൊടി എന്ന് പറയുന്നത് എന്റെ പെണ്ണാണ് പൊടി. ഞാൻ കണ്ടായിരുന്നു. അതെ, അപ്പൊ ഞാൻ പറയുന്ന റോബിൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് കാണിച്ചത് തന്നെയാണ് വിജയ് ഇപ്പൊ കാണിക്കുന്നത്. അതായത് ഈ പറയുന്ന ഫാൻസിനെയൊക്കെ എന്താണ് വെട്ടുകിളി കൂട്ടമായിട്ട്, അതായത് ഉപയോഗിക്കാനുള്ള വെട്ടുകിളി കൂട്ടമായിട്ട് ഇയാൾ തന്നെ കാണുകയാണ്. ഇയാൾ തന്നെ ആരാധക പാത്രം തന്നെ കാണുകയാണ്, വിജയ് തന്നെ കാണുകയാണ്. ഇവരെല്ലാം തനിക്കെതിരെ പറയുന്നവരെ, ഇപ്പൊ സൈബർ വാരിയേഴ്സ് പോലെയൊക്കെ എന്തോ ഇദ്ദേഹത്തിന് വിർച്വൽ വാരിയേഴ്സ് ഒക്കെ ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? വിജയിനെ ചീത്ത വിളിക്കുന്നവരെയൊക്കെ വിമർശിക്കുന്നവരെയൊക്കെ പോയി അവരെ പോയി കമന്റ് ഇടുക. അതായത് റോബിന്റെ ഒരു പുതിയ കുറച്ചുകൂടെ കൂടിയ വെർഷനാണ് ഈ പറയുന്ന തളപതി വിജയ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ പറയുന്നത് റോബിൻ രാഷ്ട്രീയക്കാരനാവാൻ കൊള്ളാമോ? ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരാൾ രാഷ്ട്രീയക്കാരനാവാൻ കൊള്ളാമോ? എന്ത് യോഗ്യതയാണ്? എന്താണ് ബിഗ് ബോസിൽ അയാൾ ജയിച്ചു വന്നതാണോ? അയാളുടെ ജയിച്ചില്ല, എന്നാലും അങ്ങനെ ഒരു ജനപ്രീതി ഉണ്ടാക്കിയതാണോ? ജനപ്രീതി ഉണ്ടാക്കി, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ജനപ്രീതി ഉണ്ടാക്കി അല്ല, ഒരു നല്ല സിനിമാ നടൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവാകാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരിക്കാം. MGR ഒക്കെ സിനിമാ നടൻ. രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ വേണ്ടത് ജനങ്ങൾക്കിടയിൽ ഇടപഴകാനും അവരുടെ കാര്യങ്ങൾ പഠിക്കാനും അത് നയതന്ത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതാണ് രാഷ്ട്രതന്ത്രം എന്നാണ് അതിനെ പറയുന്നത്. അത് കറക്റ്റായിട്ട് മോദിജിക്കുണ്ട്. അത് പിണറായി വിജയൻ പോലും ഉണ്ടത്. അത് രാഷ്ട്രീയക്കാരനായിട്ടുള്ള ജനിക്കുന്ന, ഇപ്പം നമ്മൾ ഒരു സാധാരണ ഒരു KSU DYFI പ്രവർത്തകന് പോലും അതുണ്ട്. അത് അവർ താഴെ തട്ടിൽ നിന്ന് പഠിച്ചു വരുന്നവരാണ്. ഇത് നൂലിട്ടിറക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെ സംസാരിക്കണം, ഇടപഴകണം. നീ പറയരുത് വിജയ്. ഓരോ ദിവസം പാട്. അതെ,
എന്തായാലും അതാണ് ഇവിടെ പ്രശ്നമായിട്ട് പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ 20-ാം നൂറ്റാണ്ട് ആണെന്ന് തോന്നുന്നു മോഹൻലാലിന്റെ ഒരു സിനിമ, അതിൽ മോഹൻലാൽ രാഷ്ട്രീയ നേതാവായി വരുന്ന കണ്ടിട്ടുണ്ടോ? കൊച്ചിന്റെ അപ്പി കഴുകുന്നു, മൂക്ക് പിഴിഞ്ഞു കഴിയുന്നു, എന്നിട്ട് പോയി ക്ലീൻ ചെയ്യുന്നു. അവിടെ കാണിക്കേണ്ടത് കൃത്യമായി കാണിക്കുക, നമ്മുടെ യഥാർത്ഥ സ്വഭാവം ഇവിടെയും കാണിക്കുക. ഇതുള്ളതാണ് എല്ലാ രാഷ്ട്രീയക്കാരന്മാരും ഇങ്ങനെയാണ്. സതീശൻ നമ്മുടെ മുമ്പ് ചിരിച്ചു കാണിക്കും, എന്ത് ചോദിച്ചാലും തിരിഞ്ഞു ചെന്ന് നമ്മളെ തളയ്ക്കും. ഇവിടെ വിജയ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പം ചാരിറ്റി ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കണ്ണിൽ പൊടിയിടാനും സോപ്പിടലും ഒക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വിജയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, വിജയ് ഇത് പിണറായി വിജയൻ പറയാറുള്ള സ്ഥലം പ്രതിസന്ധികളെ അവസരമാക്കി മുന്നേറുക എന്ന് പറയും. വിജയ് അവിടെ ഇത് ചെയ്യണമെന്ന് ഇത് ശരിക്കും വിജയ്ക്ക് ഒരു ബൂസ്റ്റ് കിട്ടാവുന്ന ഒരു അവസരം കൂടിയായിരുന്നു. രാഷ്ട്രീയക്കാർ, ഞാൻ പറഞ്ഞത് ആളുകൾ കൊല്ലപ്പെട്ടു, അതിനങ്ങനെ ചെറിയൊരു അവസരം എന്ന് പറഞ്ഞ് കുറച്ച് കാണുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ, രാഷ്ട്രീയം അറിയാവുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതിനെ അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജിലേക്ക് മാറ്റുമായിരുന്നു. പകരം ഇപ്പോൾ ഒന്നാണ് പ്രതികരണ വീഡിയോയിൽ പോലും അപക്വമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് തിരിച്ചടിക്കും. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം നേരിടുന്നത്, പകച്ചുപോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നാളെ DMK എടുത്തടിക്കും. അതായത് ഇതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലാത്ത ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ട് പേടിച്ചോടി ഒരു നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് തന്നെ പറഞ്ഞ വാക്കുകളാണ് അവർ കോട്ട് ചെയ്യുന്നത്. വിജയ് പെട്ടുപോകും. അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. മാസമായിട്ട് അണ്ണന്റെ ഫാൻസ് എല്ലായിടത്തും എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ വിജയ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലും എത്ര അപക്വമാണെന്ന് നോക്കും. 3 ദിവസം കഴിഞ്ഞ് എഴുതി കൊടുത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ പോലും അദ്ദേഹം അവിടെ ഒരു സിനിമ ഡയലോഗാണ് അവിടെ തള്ളാൻ നോക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള TVK നേതാവുണ്ട് ആദവ് അർജുന. ആദവ് അർജുന നൽകിയ ഹർജി ലിസ്റ്റ് ചെയ്യപ്പെടാതിരുന്നതും ശ്രദ്ധേയമായി. അത് ലിസ്റ്റ് ചെയ്തില്ല, ആ ഹർജി എടുത്തില്ല കോടതി. TVK സംസ്ഥാന ഭാരവാഹികളോടുള്ള ബുസ്സി ആനന്ദും നിർമ്മൽ കുമാറും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാനായിട്ട് മാറ്റി. താനല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി, അതായത് ഈ ബുസ്സി ആനന്ദാണ് ഇവിടുത്തെ എല്ലാ സംഘാടകൻ. ഇപ്പൊ ബുസ്സി ആനന്ദ് കോടതി പറയാണ്, ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു കഴിഞ്ഞാണ്, താനല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി മതി കഴുകാനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ബുസ്സി ആനന്ദിന്റെ വാദം കേട്ട് കോടതി തന്നെ അമ്പരപ്പില്. അതായത് സ്വന്തം പാർട്ടിയിലുള്ള വേറെ ഇപ്പൊ വിജയ് പറയുന്നത് എന്താണ്, സ്റ്റാലിനാണ് ഇതിന് കാരണക്കാരാണെന്നല്ലേ പറയാം, സ്റ്റാലിന്റെ പോലീസും. ഈ ബുസ്സി ആനന്ദ് എന്ന് പറയുന്ന ആൾ പറയുന്നത് കേട്ടോ, ബുസ്സി ആനന്ദ് പറയുന്നത് എന്താണ്, താനല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി മതി കഴുകാനാണ് പരിപാടി അവതരിപ്പിച്ചത്. അതായത് സ്വന്തം പാർട്ടിയിലുള്ളവന്റെ തലയിൽ തന്നെ കൊണ്ട് വെച്ചിട്ട് കോടതി ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ബുസ്സി ആനന്ദിനെ നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലുള്ളവനെ തന്നെ ബലിയാടാക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിന് രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു പാർട്ടി അല്ല ഇത്. വിജയിനെ കാണാൻ വന്നവരെല്ലാം തന്നെ സിനിമാ നടനെ കാണാൻ വന്ന ആൾക്കാരാണ്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ കാണാൻ മറ്റേ ഗർഭിണികളും കുട്ടികളൊക്കെ വരുമോ? വധൂടായികയൊന്നുമില്ല, പക്ഷെ അവരുടെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ് വിജയിനെ കാണാൻ? അപ്പൊ കരൂരിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വിജയുടെ ആഗ്രഹം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. വിജയ് കരൂരിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കരൂർ ഓഫീസൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ്. അതിൽ ഡയലോഗൊക്കെ അടിച്ചല്ലോ, നിങ്ങൾക്ക് ചെയ്യണം ഓഫീസിൽ ഇല്ല ഞാൻ വീട്ടിൽ കാണും എന്നൊക്കെ പറഞ്ഞു. കരൂരിലെ ഓഫീസ് പൂട്ടിയിട്ടൊക്കെയാണ്. പക്ഷെ ഓഫീസ് പൂട്ടിയിട്ടേക്കുന്നത് കാര്യം എന്ത്? ഓഫീസിൽ തുറക്കാൻ അവിടുത്തെ പ്രവർത്തകർക്ക് പേടിയാണ്. കാരണം അവിടെ വിജയിന്റെ പോസ്റ്ററുകളൊക്കെ വലിച്ചു കീറിയിട്ടിരിക്കുന്നുണ്ട്, കണ്ടായിരുന്നു. അപ്പം 2 പക്ഷത്തെ ആളുകളുണ്ടായിരിക്കും. ഒരുപക്ഷെ വിജയ് അല്ല അതിന് കുറ്റക്കാരൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ വിജയ് ആണെന്ന് പറയുന്നവരും ഇവിടെ ഉണ്ട്. ഇദ്ദേഹത്തിന് കരൂര് പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറയുന്നു ഇദ്ദേഹം. ഓർമ്മയുണ്ടായിരിക്കും, രജനീകാന്ത് ഒരു അപക്വമായ ഒരു പരാമർശം നടത്തിയിരുന്നു. തൂത്തുക്കുടിയിൽ വെടിവയ്പ് ഉണ്ടായ സമയത്ത് രജനീകാന്ത് സർക്കാരിന്റെ പക്ഷത്ത് നിന്നു, DMKയുടെ പക്ഷത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വിജയ് രാത്രിക്ക് രാമായണം ബൈക്കിൽ പുറകെ ഇരുന്നൊക്കെ അവരെ കാണാൻ പോയി. അത് ഇപ്പോൾ വിജയ് തന്നെ അങ്ങനെ ഒരു സംഭവത്തിന് കാരണം, അത് സമാനമായ ഒരു സംഭവത്തിന് കാരണമായിരിക്കും എന്നുള്ളത് ഒരു കാലത്തിന്റെ കാവ്യനീതി എന്ന് ഞാൻ പറയില്ല, കാവ്യനീതി എന്ന് ഞാൻ പറയില്ല. കാരണം അന്ന് അദ്ദേഹം ജനങ്ങളുടെ കൂടെ നിന്നു. പക്ഷെ അതിനിപ്പോ ഇദ്ദേഹം ഇപ്പുറത്തെ അതായത് വേട്ടക്കാരന്റെ പക്ഷത്തിൽ ഇദ്ദേഹം എത്തി എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ്, കാലത്തിന്റെ വിരോധാഭാസം. കാരണം നായകനിൽ നിന്ന് നേരെ വില്ലനിലേക്ക് വരുന്നു. അന്ന് അദ്ദേഹം ആരെയാണോ വിമർശിച്ചത് അതേ സംഭവം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതെല്ലാം കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്ക് പോലും വെറും സിനിമ ഡയലോഗിനപ്പുറമുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു രാഷ്ട്രീയക്കാരന്റെ വിമർശനമല്ല. അതേസമയം അണ്ണാമല ഈ സംഭവം മുഴുവൻ അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് അടിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം കൃത്യമായിട്ട് വന്ന് വിജയിന് ഒരു അക്ഷരം എടുത്ത് പറഞ്ഞിട്ടില്ല.
DMK ആണ് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ പോലീസിന്റെ സന്നാഹത്തിലേക്കുള്ള സംശയത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 100 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെയാണ്. അവരെ ഒന്നും ആൾക്കൂട്ട നിയന്ത്രണത്തിന് നിങ്ങൾ വെച്ചതല്ലല്ലോ, നിങ്ങൾ കള്ളം പറയരുത്. അത് മാത്രമല്ല വിജയ്ക്ക് നേരിട്ട് ചെരുപ്പേർ BJP-യുടെ പഠിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നു. അല്ല, അത് അമിത്ഷായുടെ കോൾ നിരസിച്ചുകൊണ്ട് അദ്ദേഹം വലിയ മറ്റേ ഇതൊക്കെ കാണിച്ചല്ലോ. അത് BJP എന്നുള്ളത് ആശയപരമായ ശത്രുക്കളും DMK രാഷ്ട്രീയ ശത്രുക്കളും പ്രഖ്യാപിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് അണ്ണാമലയെ സ്കോർ ചെയ്തു ഈ സമയത്ത്. അണ്ണാമലയെ അതാണ് രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ആ ഒരു സംഭവത്തിൽ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചു, കൃത്യമായ ഒരു നിലപാട് അവിടെ എടുത്തു. വിജയ് ആ പ്രതികരണ വീഡിയോയിൽ തനിക്കൊപ്പം നിന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP-യോട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ഇത് വിജയ്ക്കെതിരെ ഒരു ആയുധമാക്കി BJP-യും DMK-യും ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.